എഴുത്തുകാരൻ്റെ GR നോവലിൻ്റെ എഴുത്തിനോട് 100% സത്യസന്ധത പുലർത്തിയിട്ടുള്ളൊരു സിനിമയാണ്. സജിൻ ഗോപു ഗംഭീരമായിട്ടുണ്ട്. അയാളുള്ളൊരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അതെ അതെ അതെ, നല്ലപോലെ ഒരു എന്താ പറയുക ത്രൂ ഔട്ടുണ്ട്. ശ്രീധരത്തിൻ്റെ അല്ല, സ്വർണത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ വലിയ സിനിമ നല്ല അതിന്റെ മൊത്തത്തിൽ തീമുള്ള സ്റ്റോറി റെപ്രസെന്റ് ചെയ്യണം. നല്ല കോംബോ അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അമ്മാന്റെ വേറൊരു അഭിനയമാണ് കോമഡി ഇടയ്ക്കിടയ്ക്ക് എങ്കിലും നല്ല മൂവി. കോമഡിയുടെ കുറവുണ്ടെന്ന് ഗോൾഡിനെ കുറിച്ചാണ് പറയുന്നത്. കൊള്ളാം, മെസ്സേജ് ഒരു കൺവേ ചെയ്യുന്നുണ്ട്. നല്ല ഫിലിമാണ്. അതിന്റെ മേക്കിംഗ് നല്ല രസമായിരുന്നു. പിന്നെ ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ബേസിൽ കൊള്ളായിരുന്നു. ബേസിൽ അടിപൊളി, സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. അതിന്റെ പേരിലുള്ളത് തന്നെയാണ്. കുഴപ്പമില്ല, നല്ല അഭിനയം. തമിഴിൽ നിന്ന് വന്നിട്ട് മലയാളത്തിൽ ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇത്. അതെ, കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഒരു തവണ കാണാനുള്ള സ്ഥിരം ഇപ്പം കാണുന്ന സബ്ജക്റ്റ് തന്നെ വേറെ. ഈ ഒരു കാലത്ത് സ്വർണ്ണത്തിന്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമയായിരുന്നു അത്. അതാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? അഭിനയം കൊള്ളാം, നല്ല അഭിനയം. ബേസിലും നമ്മളെ സജിൻ ഗോകുലിന്റെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയിരുന്നു? സജിൻ ഗോകുൽ മറ്റേ അമ്പാൻ ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ബേസിലിനെ കൊണ്ട് എന്താ പറയുക, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു രീതിയായി പോയി. അതായത് വാർപ്പ് മാതൃകകളിൽ നിന്നുള്ള ബേസിലിന്റെ ഒരു മാറ്റമാണ് എന്ന് വേണേ പറയാം. മാസ് ക്യാരക്ടർ ഒന്നും പുള്ളിയെ കൊണ്ട് പക്ഷേ അല്ലേ, പുള്ളിയെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ പലരും പറയുന്നുണ്ട് ജനപ്രിയ നായകന് പകരമായിട്ട് ബേസിൽ വരുവാന്നൊക്കെ. പക്ഷേ അത് ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ സംഭവിച്ചു. പക്ഷെ അതുപോലെ ഇപ്പൊ അന്ന് ദിലീപിന്റെ കൂടെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ടീം ഉണ്ടായിരുന്നു. കൊച്ചിൻ ഹനീഫ ഉണ്ടായിരുന്നു, ഹരിശ്രീ അശോകൻ, സലീംകുമാർ, ഇന്നിപ്പോ ആരാണ്, അൽത്താഫ്, ഇവരൊക്കെയാണ് ബേസിലിന്റെ കൂടെ ഉള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഓക്കെ, മാറി ചിന്തിച്ചത് നന്നായി. ബേസിലിനെ ഒരേ രീതിയിൽ കണ്ട ആൾക്കാർ മടുത്തു തുടങ്ങിയപ്പോൾ ഒന്ന് വേറിട്ട് ചിന്തിച്ചത് നന്നായി. പക്ഷെ എന്താ പറയുന്ന, ഈ ഒന്നും മൂക്കണ്ടായോ? അല്ലാതെ മൂക്കാതെ പഴുത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറിയ ചെറിയ ക്യാരക്ടറും പള്ളിയിലച്ചൻ റോളും അങ്ങനെയൊക്കെ ആയിട്ട് സൈഡായിട്ട് പോകുന്നതായിരിക്കും ബേസിലിന് കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്ഷനിലോട്ട് വീണ്ടും തിരിയാണെന്നൊക്കെ പറയുന്നു. ബേസിൽ ആസ് എ ഡയറക്ടർ നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു ഡയറക്ടറാണ് ബേസിൽ. പക്ഷെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പടമാണ്. ഇന്ന് തന്നെ കണ്ടില്ല, തിരക്ക് കുറവാണ്. എന്നാലും ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു. അതിന്റെ ഒരു മൊമെന്റോ സ്പീഡും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാഗ് അടിച്ച് പലപ്പോഴും ഞങ്ങൾ ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് ഓക്കെ, ഇറ്റ് വാസ് എക്സ്ട്രാ ബിറ്റ് ഗുഡ്. ഇതിൽ ഏതെങ്കിലും സ്ത്രീ കഥാപാത്രം ബേസിലിനെ തല്ലുന്നതായിട്ട് വല്ലതും ഉണ്ട്? കാര്യം പുള്ളിയുടെ കണ്ടുവരുന്ന ഒരുപാട് പടങ്ങളില് ലിജോമോൾക്ക് സാധാരണ മലയാളത്തിൽ ഏത് മുഖ്യധാര പടങ്ങൾ ഏത് വന്നാലും സ്ത്രീകൾക്ക് അത്ര ഒരു റോളില്ല. ബട്ട് തമിഴിലെ പുള്ളിക്കാരി നന്നായിട്ട് ജയ്ഭീമിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സംഭവം അതെ അതെ അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ പടത്തിൽ അവർക്കൊരു അവരുടേതായ ഒരു റോള് കൊടുത്തിട്ടുണ്ട്. അതും ഓക്കെ ആണ്. ഓക്കെ, എന്നാലും സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ലെങ്കിലും പടം ആവറേജ് ഓഡിയൻസിനെ കീപ്പ് ചെയ്യും. പിന്നെ ലോ ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും.